മാഷ് പറയുന്ന അക്രമ രാഷ്ട്രീയം കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ മാഷ് പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഇവർ സമാധാനത്തിന്റെ മാലാഖമാരാണെന്ന്. ഇവിടെ രാഷ്ട്രീയക്കാരെ മാത്രമല്ല, എന്തിൻ്റെ പേരിലായിരുന്നു പറശ്ശിനിക്കടവിലെ പാപ്പിനിശ്ശേരിയിലൊക്കെ പഴുതാരിയെ അടക്കം ചുട്ടുകൊന്നത്? ചീങ്കണ്ണിയെ എന്തിനാണ് ചുട്ടുകൊന്നത്? എത്രയെത്ര മനുഷ്യന്മാരെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കാലപുരിക്കയച്ച ഒരു പാർട്ടിയാണ് ഇത് പറയുന്നത്. കൊല്ലുക മാത്രമാണോ? ഒരു അധ്യാപകൻ്റെ കാല് വെട്ടിമാറ്റിയവരാണ് ഇവർ. ഒരു അധ്യാപകനെ ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികളുടെ കൺമുമ്പിലിട്ട് കൊലപ്പെടുത്തുന്നത്. നമുക്കറിയാം, ആടുമാടുകളെ കൊല ചെയ്യുന്ന അറവുകാരനുണ്ടല്ലോ, ആ അറവുകാരൻ പോലും കിടാങ്ങളുടെ മുമ്പിലിട്ടുകൊണ്ട് ആടുമാടുകളെ കൊല്ലില്ല. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി അതിലും ചരിത്രം എഴുതിയവരാണ്. ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് വിദ്യാർത്ഥികളുടെ കൺമുമ്പിലിട്ടുകൊണ്ട് കൊലപ്പെടുത്തിയ ആളുകളാണ് ഇപ്പോൾ സമാധാനത്തിൻ്റെ വക്താക്കളായിട്ട് കണ്ണൂരിൽ വന്ന് പറയുന്നത്. കണ്ണൂരിലെ ജനത പുച്ഛിച്ച് തള്ളും ഇവരെ. എത്രയെത്ര ഞങ്ങളുടേത് മാത്രം 90ഓളം ആളുകളെ കൊലപ്പെടുത്തിയ പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂരിൽ. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ബോംബ് നിർമ്മിച്ചത്? ആരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടാ? അത് പറയേണ്ടതായിട്ടുണ്ട്. അതിന് ഉത്തരം പറയണം മാഷ്. ആരെയാണ്? നേരത്തെ ഇവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ CPM പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ബോംബുണ്ടാക്കി, അതിലൊരാൾ കൊല്ലപ്പെട്ടു, കുറെ ആളുകൾ പരിക്കേറ്റു. ഇപ്പോൾ കുറെ ആളുകൾ റിമാൻഡിലാണല്ലോ, അവരെല്ലാം പിടിച്ചിട്ടുണ്ടല്ലോ. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? അവർ പോലീസിനോട് മൊഴി കൊടുത്തത് എന്താണ്? ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ എന്ന് പറഞ്ഞാൽ RSSകാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഞങ്ങൾ മുളിയാത്തോട് വെച്ചിട്ട് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞത് CPMന്റെ പ്രവർത്തകന്മാർ, DYFIയുടെ യൂണിറ്റ് ഭാരവാഹികൾ. ഇപ്പോൾ വടകരയിലെ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറുടെ കൂടെ അതിൻ്റെ മരിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് ദിവസം ഫോട്ടോ എടുത്താൽ P. ജയരാജൻ എന്ന് പറയുന്ന ഇവരുടെ സംസ്ഥാന നേതാവിൻ്റെ കൂടെ ഫോട്ടോ എടുത്താൽ, ഈ ഫോട്ടോ ഒക്കെ ഇവിടെ പുറത്തു വന്നിട്ടുണ്ടല്ലോ, സോഷ്യൽ മീഡിയ അത് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? രാഷ്ട്രീയ പ്രതിയോഗികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ RSSകാരെ വേട്ടയാടുന്നതിന് വേണ്ടി, ഇവിടെ ഇലക്ഷൻ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ആ ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് CPM തയ്യാറായത് എന്നാണ് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്.